ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്താണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പറയണത് അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ കുട്ടി ബംഗാളിൽ നിന്ന് വന്നിട്ടും പറയാതെ ഇരുന്നു. അത് എന്തുകൊണ്ട് എന്നാണ് ഞാൻ പറയണത്. പക്ഷേ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ആ കുട്ടി ഈ ഒരു ധൈര്യം എടുത്ത് ഇന്ന് മുന്നോട്ട് വന്നു. അതുകൊണ്ട് എന്താ പറയുക, കുറേ പെണ്ണുങ്ങളും സ്ത്രീകളെല്ലാം മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കുറേയധികം ആളുകൾ മുമ്പോട്ട് വരുമ്പോഴും ഈ തെറ്റുകാരെന്ന് ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ആളുകൾ അവർ വളരെ സുരക്ഷിതരായിട്ട് നിൽക്കുകയാണ്. അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പല ഭാഗത്തു നിന്നും വരുന്നു. നിങ്ങൾ മീഡിയക്കാർ അവരെ സുരക്ഷിതരാക്കിയിട്ട് അവർക്കൊരു ഫീലിംഗ് കൊടുക്കൂ, കോൺഫിഡന്റ് ആയിട്ട് അവരുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാതെ. എൻ്റെ എത്രയോ കേസസിൽ നിങ്ങൾ തന്നെ ഇരുന്നിട്ട് പറഞ്ഞിട്ടില്ലേ, ഞാൻ പൊതുവേദിയിൽ പ്രസവം നടത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മീഡിയാസ് ആഘോഷിച്ച ആൾക്കാരല്ലേ. അതെല്ലാം ഞാൻ തരണം ചെയ്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെന്തുകൊണ്ടാണ് അറിയോ, എനിക്കറിയാം ഞാനൊരു ഫീൽഡ് അങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയും എന്നുള്ള എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് തന്നൊരു എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ് ഓഫ് ഞാൻ ഏത് ഇൻഡസ്ട്രിയിൽ വെരി വെരി ഹാപ്പി. ഞാൻ പറയുന്നത് എല്ലാവരും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഈ ഇൻഡസ്ട്രിയിൽ വരണം എന്നല്ല പറയുന്ന ഒരാളാണ്. ഭയങ്കര അത്ര മോശമായ ഒരു ഇൻഡസ്ട്രി അല്ല. പക്ഷേ അത് നമ്മൾ എങ്ങനെ അതിന് കൈകാര്യം ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? 15 പേരടങ്ങുന്ന ഒരു സംഘം, മാറ്റി നിർത്തുന്ന ഒരു സംഘം, അങ്ങനെ പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നു. അല്ല, എന്നോടിപ്പോൾ പറഞ്ഞു ആണുങ്ങളായ 15 വൈ നോട്ട്, പെണ്ണുങ്ങളുണ്ടാവും ചിലപ്പോൾ. പോയി നോക്കൂ. ഞാനൊരു പവറല്ലേ, എനിക്കെന്തിനാ പവർ ഗ്രൂപ്പ്? കുറേ വർഷങ്ങളുടെ ജോലി നമ്മുടെ തൊഴിൽ മേഖലയാണ്, പവർ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ കുറച്ചുപേരെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനിപ്പോൾ എത്രയോ പ്രാവശ്യം എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ. ദാറ്റ്സ് ഓക്കെ. സോ വാട്ട്? എനിക്ക് വരാനുള്ള സിനിമ വരും. എനിക്ക് കിട്ടാനുള്ള സിനിമ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർ വരും. എനിക്ക് കിട്ടാനുള്ള, ഞാനൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ഏത് കഥാപാത്രം ചെയ്യണം. ഞാനൊരു ബോൾഡാണ്, ബ്യൂട്ടിഫുൾ ആണ്, എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ബോൾഡൊന്നുമല്ല, പറയുന്ന സമയത്ത് കറക്റ്റായ കാര്യങ്ങൾ പറയാനുള്ള കാര്യം നിലപാട് എടുക്കുന്നതുകൊണ്ട് ബോൾഡ് ആവുകയല്ല. അത് നിങ്ങൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ മുന്നോട്ട് വരാത്തത്. അത് മീഡിയക്കാർ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തു നോക്കൂ, എത്ര പെണ്ണുങ്ങൾ പുറത്തു വരും. അതിൽ ആണുങ്ങൾ വരെ പുറത്തു വരും. അനുഭവിച്ചിട്ടൊന്നുമില്ല.